ഓതാത്തവർക്ക് നിസ്കാരം ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കർത്ഥം. ഫാത്തിഹ മുതല് മസബൂക്കല്ലാത്ത എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഓടണം. അതിന്റെ ഓരോ അക്ഷരങ്ങളുടെയും മഖറജുകൾ അനുസരിച്ചായിരിക്കണം ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ഫാത്തിഹ, നമ്മളെ ഫാത്തിഹ ക്ലിയർ ആണോ എന്ന് ഫാത്തിഹ അറിയുന്ന ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് ഓതിക്കൊടുത്ത് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണെന്നൊക്കെ. ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ പറയലും സുന്നത്തുണ്ട്. ഇമാമിന്റെ ആമീനോടുകൂടെ ഒരാളുടെ ആമീൻ ചേർന്ന് വന്നാൽ അതിന് അള്ളാഹു തആല കൊടുക്കുന്ന പ്രതിഫലം അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുന്ന. അതിന്റെ കാരണം ഇമാം ആമീൻ പറയുമ്പോൾ മലായിക്കത്ത് അവന്റെ കൂടെ ആമീൻ പറയുന്നതാണ്. അപ്പൊ മലക്കളുടെ ആമീനോടുകൂടെ ഒരാളുടെ ആമീൻ ചേർന്നാൽ അവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന. അപ്പൊ അതിന് ചെയ്യേണ്ട എന്താണ്? ഇമാമ് ആമീൻ പറയുന്ന അതേ സമയത്ത് ആമീൻ പറയണം. ഇത് ചില ആൾക്കാർ വലല്ലാന്ന് പുറത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ആമീൻ ഇമാമിന്റെ വാദ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പത്തിന് പിന്നെ ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അക്ബലത്തിലാവാൻ പാടില്ല. ആമീൻ എന്ന് പറഞ്ഞതിന് ഒരു അതിരുണ്ട് നിൽക്കാൻ. കുറെ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ മൊത്തം അസുലേ ഉള്ളൂ. ശരിക്കും രണ്ടക്ഷരം പറഞ്ഞ കതിർ മാത്രം അവിടെ നീട്ടി കൊടുത്താൽ മതി. ആമീൻ നീട്ടുന്നത് തന്നെ ഇമാമിന്റെ ആ ഫാത്തിഹയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ആ കതിരനുസരിച്ചേ കാരണം ആമീൻ പറയലുണ്ടാവും. ആ കൂട്ടത്തിൽ തന്നെ ആമീൻ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ ഖിറാഅത്തൊക്കെ നന്നാക്കി